ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാം. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ പുതിയതായിട്ട് വീടെടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവമായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തൊന്നും അങ്ങനെ നമുക്ക് കുളിക്കാൻ പോകാൻ പറ്റിയ, അങ്ങനെ ചില്ലാവാൻ പറ്റിയ തോടോ പുഴയോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന്, അതായത് നമ്മൾ വന്നിട്ട് ഇവിടെ വീടെടുത്തിട്ട് 1.5 വർഷമായി. ഇന്ന് നോക്കുമ്പോൾ നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ച്, നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് വീട്ടിലേക്ക് വരുന്ന വഴീൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കുളം, നല്ല അടിപൊളി എസ്തെറ്റിക് ഫീൽ ചെയ്യുന്ന ഒരു കുളം. അപ്പോൾ ഞാനും അമ്മയും ഇന്ന് അവിടെ പോയി കണ്ടിട്ട് അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മൂത്തേനെയും അമ്മേനെയും കുട്ടനെയും കൂട്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടി പോകാമെന്ന് കേട്ടോ. വ്ളോഗ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ കുട്ടൻ ഇങ്ങനെ എന്തെല്ലോ കാണിച്ച് നടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാലില്ലേ, ഈ വെള്ളം അത് നമ്മൾ കണ്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു വെള്ളം പോകാനുള്ളൊരു സ്ഥലമാക്കിയിട്ടില്ല. അതിൽ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. എന്നിട്ട് അത് എവിടുന്നാ ഇത്ര തെളിഞ്ഞ വെള്ളം വരുന്നേന്ന് ഞാനും അമ്മയും നേരത്തെ സ്കൂട്ടിയിൽ വന്നിട്ടാകുമ്പോൾ ആലോചിച്ച്. അങ്ങനെ അത് തേടിപ്പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഈടെന്ന് വെച്ചാൽ ഫുള്ളും റബ്ബർ കാടാണ്. ഈ റബ്ബർ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടാവും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇത് കണ്ട, ഇങ്ങനെ നല്ല വെള്ളം വരുന്ന ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോഴാണ് അങ്ങനൊരു സംഭവം കണ്ടേ. അപ്പം അമ്മ, കുട്ടൻ, മൂന്നാളും കയറാൻ പോവാന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക്. കണ്ട, ഭയങ്കര ചില്ല് പോലത്തെ വെള്ളമാണ്. ചെറിയ ആഴം മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണുന്നുള്ളൂ. അതിൻ്റെ അടി നമുക്കിങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. തവളേൻ്റെ സൗണ്ട് ആ സൈഡിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പം അതിൻ്റെ ആഴം എത്ര നോക്കിയിട്ട് നോക്ക്. ആഴമുണ്ട്, ചെറിയ ചെറിയ ആഴമുണ്ട്. ആഴമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കോലെടുത്തിട്ടാണ് നമ്മൾ വന്നിനി. അപ്പോൾ ഇതിൽ കുത്തിയിട്ട് നമുക്ക് നോക്കാം. ഇത് കണ്ട, ഇതിങ്ങനെ ഈ വെള്ളത്തിന്റെ അടിത്തട്ട് ഇങ്ങനെ കാണുന്നതാണ് കേട്ടാ. പക്ഷെ ഇതിന് നടുക്ക് ആഴം ഉണ്ടാവും എന്നിട്ട് അമ്മ നമ്മള് കണ്ട തവള ഒച്ചയാക്കുന്നു. കണ്ട, ഭയങ്കര ഒരു ഷെയ്ഡ് പോലെ ഒരു ഗുഹ ഫീലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അമ്മ എന്നെ വിടുന്നേ ഇല്ല. അമ്മ എൻ്റെ കുപ്പായം പിടിച്ചിട്ട് മൂത്ത പേടിച്ചിട്ട് പോയിട്ട് നേരത്തെ അവിടെ നിന്നു. മൂത്തേൻ്റെ കയ്യിലുള്ളത് അമ്മ നല്ല വെള്ളാന്ന് പറഞ്ഞിട്ട് കോരി എടുക്കാൻ വേണ്ടിയിട്ട്, ആ വെള്ളം എടുത്തു നോക്കാം നല്ല വെള്ളമല്ലേ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുപ്പിയാണ്. പക്ഷെ മൂത്ത എടുക്കാൻ വേണ്ടി വിട്ടിട്ടില്ല, കാരണം ആ വെള്ളം ഒഴുകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇതുപോലെ ഇതിൻ്റെ അടിയിൽ കൂടെ, അതായത് മണ്ണിൻ്റെ അടിയിലേക്കൂടെ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം.